പാതിവില തട്ടിപ്പിൽ തിരൂരുകാർക്ക് നഷ്ടമായത് ലക്ഷക്കണക്കിന് രൂപ. 30-ലധികം പരാതികളാണ് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അൽ ഫൗണ്ടേഷൻ മുഖേനയാണ് പരാതിക്കാർ പണം നൽകിയത്. ഓൺലൈനായും നിരവധി പേർ പരാതി നൽകിയതായാണ് വിവരം. പകുതി വില തട്ടിപ്പിനിരയായത് തിരൂരിൽ നിരവധി പേർ. തിരൂർ, താനൂർ, വെട്ടം തുടങ്ങി വിവിധ പ്രദേശങ്ങളിലുള്ളവരാണ് പരാതിയുമായി തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. 30-ലധികം പേരാണ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകിയത്. അതേസമയം ഓൺലൈൻ വഴിയും തട്ടിപ്പിനിരയായവർ പരാതി നൽകിയതായാണ് അറിയുന്നത്. തിരൂർ വെട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽ ഫൗണ്ടേഷൻ മുഖേനയാണ് പരാതിക്കാർ പണം നൽകിയത്. 3 മാസത്തിനകം വാഹനം നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പണമടച്ച് 8 മാസം മുതൽ 1 വർഷം വരെ ആയ ആളുകൾ പരാതിക്കാരായി രംഗത്തുണ്ട്. നേരത്തെ പലർക്കും സ്കൂട്ടർ ലഭിച്ചിരുന്നു. ഇത് കണ്ടാണ് പണം നൽകിയതെന്നും പരാതിക്കാർ പറഞ്ഞു. ഞങ്ങൾ അൽ ഫൗണ്ടേഷനിൽ ആദ്യം സ്കൂട്ടിയൊക്കെ കൊടുത്ത് കണ്ടപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് സ്കൂട്ടിക്ക് പൈസ അടിച്ച് ഞങ്ങളോട് പറഞ്ഞത് 100 വർക്കിംഗ് ഡേ കഴിഞ്ഞാൽ സ്കൂട്ടി തരാമെന്നാണ്. സ്കൂട്ടി തരാഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഈ സ്കൂട്ടി അപ്പോൾ പറഞ്ഞ് 100 വർക്കിംഗ് ഡേൻ്റെ സമയം വൈകിയപ്പോഴാണ് നിങ്ങളെ സ്കൂട്ടീൻ്റെ സമയം വൈകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഞങ്ങൾ പൈസ അടച്ചപ്പോൾ തന്നെ, 2ാം ഘട്ടം പൈസ അടച്ചപ്പോൾ തന്നെ അനന്തകൃഷ്ണനെ ഒരു സ്ഥലത്തുനിന്ന് പോലീസ് പിടിച്ചതായ ഒരു പരാതി റിപ്പോർട്ട് ഗ്രൂപ്പിലിട്ടിരുന്നു. അപ്പം ഞാൻ നേരിട്ട് റിയാസിൻ്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ച് എവിടുത്തെ ഒരാളങ്ങനെ ഫൗണ്ടേഷനിൽ ഒരാളെ പിടിച്ചിരിക്കണം. അപ്പോൾ റിയാസ് പറഞ്ഞ് അയാളെ പിടിച്ചിരിക്കണമെങ്കിൽ അയാളെ നമ്മളെ സംഘടനയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിരിക്കണം. നമ്മളൊരു 5 പൈസക്ക് പോലും നഷ്ടം വരില്ല. ഞങ്ങളെ പൈസ ഒക്കെ സുരക്ഷിതമാണ്. നിങ്ങൾക്ക് വസ്തു കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ CSR ഫണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. മാനുഫാക്ചറിൽ നിന്ന് വസ്തു എടുത്താൽ നിങ്ങൾക്കൊക്കെ നമുക്ക് തരാൻ പറ്റും. പക്ഷേ CSR ഫണ്ടും കൂടിയാണ് അയാൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇനി അയാളൊക്കെ ഒഴിവാക്കിയിരിക്കണേ. ഇനി നമ്മൾ നല്ല നിലയിൽ തന്നെ ഇത് പ്രവർത്തിക്കുകയെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ പിന്നെ ഇതിൽ വന്നതായിട്ടാണ് നമ്മൾ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ അനന്തകൃഷ്ണൻ എവിടെ പോണ്, എന്ത് പോണ്, അയാൾ ഇവിടെ കൂടെ തന്നെ ഉണ്ട് എന്ന്. എന്നിട്ട് പിന്നെ ഇവിടെ അനന്തകൃഷ്ണനെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത ചാനൽ ഇട്ടുന്നതിനനുസരിച്ചൊന്നും ഇപ്പോൾ ഇതാവണ്ട, അത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ശരിയാക്കി തരൂ, നിങ്ങൾക്ക് പൈസ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂട്ടി തരും എന്നാണ് അപ്പോൾ റിയാസ് പറഞ്ഞത്. ഒന്നുകിൽ വാഗ്ദാനം ചെയ്ത പോലെ സ്കൂട്ടർ നൽകണം, അല്ലെങ്കിൽ പണം തിരികെ ലഭിക്കണം. അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പരാതിക്കാർ പറഞ്ഞു. 1 വർഷം മുമ്പ് കുറച്ച് ആൾക്കാർ പൈസ അടച്ചവർക്ക് സ്കൂട്ടി ഇവിടെ തിരൂര് വെച്ച് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൊടുക്കൽ കഴിഞ്ഞ്. അപ്പോൾ ഇത് കൊടുത്തപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അതിൽ വിശ്വാസം വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1,20,000 രൂപേൻ്റെ സ്കൂട്ടിയാണ് അവർ 60 രൂപക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 3000 റുപ്യക്ക് കൊടുത്തതിന് ഒരു പ്രൂഫും ഇല്ല. ഈ 40 രൂപ ഗൂഗിൾ പേ ആയിട്ടും 20,000 രൂപ അവർക്ക് റെസിറ്റും തന്നിട്ടുണ്ട്. ഇവിടെ ഓഫീസിൽ അടച്ച പൈസയാണ്. അങ്ങനെ 60,000 രൂപ മൊത്തം 63,000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്കും എല്ലാവർക്കും കുറച്ച് സ്കൂട്ടി കിട്ടി ഇത് കണ്ടപ്പോഴാണ് നമുക്കിത് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളിത് ഈ പൈസ കൊടുത്തതും ഇതായത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഒന്നുകിൽ ഈ സ്കൂട്ടി പെട്ടെന്ന് തരാമെന്നുള്ളൊരു ഉറപ്പ്, ഒരു എഗ്രിമെൻ്റ് അവർ തരികയാണെങ്കിൽ നമ്മൾ സ്കൂട്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ നിർബന്ധമായിട്ടും കിട്ടണം. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പോകേണ്ടി വന്നാൽ അതുവരെ നമ്മൾ പോകാൻ ഇത്രയും ആൾക്കാർ തയ്യാറാണ്. ഇവിടെ നമ്മൾ 69 പേര് ആൾക്കാർ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പുറത്ത് കുറച്ച് ആൾക്കാർ ഒരു 38 ആൾക്കാരോളം ഓൺലൈനിലായിട്ടും ഇത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെത്രയും മൊത്തം കൂട്ടായ്മ ഇതിന് കൂടുതൽ ആൾക്കാരുണ്ട്, മൊത്തം 100 ചില്ലറ അതിൻ്റെ മേൽക്ക് ആൾക്കാരുണ്ട്. 2.5 കോടിയോളം അവർ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈസ ഞങ്ങൾക്ക് ഈ ഇവിടെയുള്ള ആൾക്കാരെ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അധികവും സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. പരാതിയുമായി പോയ ഘട്ടങ്ങളിൽ ആൽ ഫൗണ്ടേഷൻ ഭാരവാഹികൾ ബന്ധപ്പെടുകയും പണം നഷ്ടപ്പെടില്ലെന്ന ഉറപ്പുമാണ് നൽകിയതെന്നും പരാതിക്കാർ പറഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് സ്ത്രീകളാണ് പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ 40,000 അടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അവരെ ഏതൊക്കെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വേറെ അക്കൗണ്ടിലേക്ക് അടക്കണം എന്ന് പറഞ്ഞു. അതിന് വേറെ അക്കൗണ്ടും തന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് മനസ്സിലായെങ്കിൽ ബാക്കിയുള്ളവരെ കൊണ്ട് അടക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ അടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടുത്തത് എന്താ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെറുതായിട്ട് നിങ്ങൾ എന്താ തീരുമാനമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. അവർ 40,000 2 ദിവസത്തിനുള്ളിൽ അടക്ക്, 3 ദിവസത്തിനുള്ളിൽ അടക്ക് എന്ന് പറഞ്ഞിട്ട് ടൈം ആയിരുന്നു. അത് ഇപ്പോൾ ഞങ്ങൾക്ക് തരണേന് അവർക്ക് അങ്ങനത്തെ ടൈമില്ല, പെട്ടെന്നില്ല. അവർക്ക് അടക്കാനുള്ളതായിരുന്നു. അത്രയും ടൈമൊക്കെ നിശ്ചയിച്ചിട്ട് തന്നിരുന്നത്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഈ പെണ്ണുങ്ങളെ കേന്ദ്രീകരിച്ച് ഇവർ ചെയ്ത ഒരു പരിപാടിയാണിത്. പറ്റിക്കപ്പെടാൻ ഏറ്റവും ഇതാണല്ലോ അത് കാരണം. അതേസമയം പണം വീണ്ടെടുക്കാൻ പാഡ് വിൽപ്പനയിലൂടെ പണം കണ്ടെത്തി നൽകാമെന്ന വാഗ്ദാനവുമായി ആൽ ഫൗണ്ടേഷൻ ഭാരവാഹികൾ സമീപിച്ചതായി പരാതിക്കാർ പറഞ്ഞു. ഇപ്പോൾ റിയാസ് ഞങ്ങളോട് പറഞ്ഞ് പേട് വിറ്റിട്ട് അതിൻ്റെ ഇതിലേക്ക് പൈസ അടക്കാൻ.
അൽ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടക്കാൻ പറഞ്ഞു. പൈസ അടക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ പറഞ്ഞ് ഞങ്ങൾക്ക് അതിന് പറ്റൂല ചെയ്യൂലെന്ന്. അപ്പോൾ ഒരാളെ വെച്ചിട്ട് ഈ പേട് വിറ്റിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പൈസ തരിക? ഞങ്ങൾക്ക് റിയാസ് പറഞ്ഞാൽ മതി, എഗ്രിമെൻറ്റ് വെച്ചാൽ മതി, ഞങ്ങൾക്ക് ഇത്ര മാസം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കേസും ഇല്ല, പരാതിയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ അടച്ച പൈസ കിട്ടണം. ഞങ്ങൾ ഓരോരുത്തരും അടച്ചിരിക്കുന്നത് ആദ്യഘട്ടം 20,000, പിന്നെ 40,000, പിന്നെ 3,000 രൂപ അവർക്ക് വേറെ സെപ്പറേറ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്. അത് ഞങ്ങൾ അതും അടച്ചിരിക്കുന്നു. ഞങ്ങളിവിടെ പരാതി കൊടുത്തത് ഇപ്പോൾ 25 ആളല്ലേ, നമ്മൾ 29 ആൾ പരാതി കൊടുത്തിരിക്കണ്. പിന്നെ 10-35 ആൾക്കാർ ഓൺലൈനിലുള്ള പരാതിക്കാരുണ്ട്. ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം വെച്ചാൽ ഇനി പൊതുജനങ്ങൾ ഇനിയും പെട്ടുപോകരുത്. റിയാസ് പറഞ്ഞത് തീയിൽ കൊടുത്തത് വെയിലത്ത് പാടൂല എന്നാണ്. ഇനിയും അതിൻ്റെ അൽ ഫൗണ്ടേഷൻ്റെ നിലനിൽക്കണം എന്നാണ്. അൽ ഫൗണ്ടേഷൻ നല്ല സത്യസന്ധതയിൽ നിലക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇങ്ങനെ പിടിക്കപ്പെട്ട നിലയിൽ നിൽക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കൂല. ഒരു തലമുറ ഇനിയും ഇതിൽ വീണു പോകരുത്. അത് ഞങ്ങൾക്ക് വെച്ചാൽ ഇപ്പോൾ ലാപ്ടോപ്പ് അടിച്ചത്, അതേപോലെ പിന്നെ ഒരാൾ മാത്രമേ ഞങ്ങളെ മെഷീൻ അടച്ച ആൾ വന്നിട്ടുള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാർ മെഷീനൊക്കെ അടച്ചവരുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിനി ഒരു പരസ്യത്തിന് വരിക എന്നുള്ള ഒരു മടിയൊക്കെ ആയിരിക്കാം. അവരിങ്ങോട്ട് ആരും ഇറങ്ങിയിട്ടില്ല. തീരദേശത്ത് ഒരുപാട് ആൾക്കാർ ലാപ്ടോപ്പിന് കൊടുത്തവരും അതേപോലെ തന്നെ മെഷീനൊക്കെ കൊടുത്തവരുണ്ട്.